സംസ്ഥാനത്ത് ആശുപത്രി സംരക്ഷണ നിയമം കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നതാണ് വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം. അത് പേരിൽ മാത്രം ഒതുങ്ങി എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കടുത്ത അമർഷമാണ് ഡോക്ടർമാർക്ക്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ ജില്ലയിലെ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർക്ക് നേരെ അതിക്രമം നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് ഡോക്ടർമാർ. ആശുപത്രി അതിക്രമങ്ങളിൽ 24 മണിക്കൂറിനകം എഫ്ഐആർ ഇട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം നടപ്പായില്ല. IMA മുൻ സംസ്ഥാന പ്രസിഡന്റ് സുൽഫി നൂഹം റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ആശുപത്രി സംരക്ഷണ നിയമം വാക്കിലൊതുങ്ങിയോ? കേൾക്കാം. ഒരു വനിതാ ഡോക്ടർ സംഘം ചേർന്ന് പരിശോധനാ മുറിയിൽ കയറി അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുക. അത്യപൂർവമായ ഒരു കോംപ്ലിക്കേഷന് ശേഷം, പ്രസവത്തിന് അനുബന്ധമായിട്ട് നടന്ന ഒരു കോംപ്ലിക്കേഷന് ശേഷം ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും ഡോക്ടറെ അകാരണമായി ചെയ്യാവുന്ന എല്ലാ ചികിത്സയും നൽകിയ ഒരു ഡോക്ടറെ മർദ്ദിച്ചിരിക്കുന്നത്, ഒരു വനിതാ ഡോക്ടറെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് ഒരിക്കലും സ്വീകാര്യമായ കാര്യമല്ല. ആശുപത്രി സംരക്ഷണ നിയമത്തിൽ പ്രത്യേക കോടതി, പ്രത്യേക സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് സമർപ്പിക്കുക, എത്രയും പെട്ടെന്ന് വിധിയുണ്ടാക്കുക തുടങ്ങിയ നിയമങ്ങളെല്ലാം തന്നെയും ഈ കേരളത്തിലെ ആശുപത്രി സംരക്ഷണ നിയമത്തിൽ വിഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായ വസ്തുതയാണ്. MJ പ്രതീഷ് നമുക്കിപ്പം പ്രതീഷ്, ഗുഡ് മോർണിംഗ് പ്രതീഷ്. വൺസ് അഗെയിൻ, ഡോക്ടർമാർക്കൊക്കെ കടുത്ത അമർഷമുണ്ടെന്ന് തോന്നുന്നുവല്ലേ? ഈ ആശുപത്രി സംരക്ഷണ നിയമമൊക്കെ നോക്കുകുത്തിയായോ? അരുൺകുമാർ, തീർച്ചയായും സംസ്ഥാനത്തെ ഡോക്ടർമാർ വലിയ അതൃപ്തിയിലാണ്. വന്ദനാദാസിന്റെ കൊലപാതകത്തിന് പിന്നാലെ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് കേരളം കണ്ടത്. ആ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണമൊരുക്കുന്ന ആശുപത്രി സംരക്ഷണ നിയമം കൂടുതൽ ശക്തമാക്കിയത്. പക്ഷേ ആ നിയമം ശക്തമാക്കിയിട്ടും അത് ഫലപ്രദമായി നടപ്പാക്കുന്നില്ല എന്നതാണ് ഡോക്ടർമാരുടെ പരാതി. തുടർച്ചയായി ഡോക്ടർമാർക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നു, ആശുപത്രികൾക്കുള്ളിൽ കയറി അതിക്രമം നടത്തുന്നു. പക്ഷേ അപ്പോഴും പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ വനിതാ ഡോക്ടർക്കെതിരെ ക്രൂരമായ ആക്രമണമുണ്ടായത്. അതിൽ പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നതാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ആശുപത്രി സംരക്ഷണ നിയമം നടപ്പാക്കുമ്പോൾ ഈ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായി 24 മണിക്കൂറിനകം FIR രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യും എന്നതായിരുന്നു ആ നിയമത്തിൽ പറയുന്നത്. ഒപ്പം ഈ പ്രധാനപ്പെട്ട ആശുപത്രികൾ ഉൾപ്പെടെ പോലീസിന്റെ 8 പോസ്റ്റ് സംവിധാനം നടപ്പിലാക്കും എന്നൊക്കെ തന്നെ പറഞ്ഞെങ്കിലും അത് എവിടെയും പ്രാവർത്തികമായില്ല എന്നതാണ് പ്രധാനമായും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ആശുപത്രികളെ പ്രത്യേക സേഫ് സോണായി മാറ്റുമെന്ന് ആ നിയമത്തിൽ പറഞ്ഞിരുന്നു. അക്കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോഴും നടപ്പിലായിട്ടില്ല. ഒപ്പം ഈ പല തരത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ വളരെ കാലതാമസം ഉണ്ടാകുന്നു എന്നതാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിലാണ് ഇപ്പോൾ IMA മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടി ആ ഒരു അതൃപ്തി പറഞ്ഞിരിക്കുന്നത്. IMAയ്ക്ക് പുറമെ ഈ KGMO ഒപ്പം KGMCT അടക്കമുള്ള ഡോക്ടർമാർ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഡോക്ടർമാർ നൽകുന്നത്. അരുൺകുമാർ.